സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതിയെക്കുറിച്ച് മോശമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് VDF രംഗത്തേക്ക് വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രഭാവതി ഒരു പാവപ്പെട്ട സ്ത്രീ അവരെ വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന സമയത്ത് തള്ളി മാറ്റുന്നുണ്ടല്ലോ, അതെല്ലാം വീഡിയോയിൽ മാധ്യമക്കാർ പകർത്തിയിട്ടുമുണ്ട്. ചന്ദ്രമതി ആണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും അത് ചന്ദ്രമതി മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയതാണ്. കാരണം KDF പരാജയപ്പെടണമെന്ന് തന്നെയാണ് ചന്ദ്രമതിയുടെ ആഗ്രഹം. അതുകൊണ്ട് ചന്ദ്രമതി ആ സ്ത്രീകളെയൊക്കെ അതിനുവേണ്ടി റെഡിയാക്കി അവിടെ നിർത്തിയതാണ്. അപ്പോൾ പരസ്പരം വഴക്കുണ്ടാവുമ്പം എന്തായാലും ആ സ്ത്രീ ചെന്ന് പ്രഭാവതിയെ കെട്ടിപ്പിടിച്ചാൽ പ്രഭാവതിക്കത് ഇഷ്ടാവില്ല എന്നുള്ളത് ചന്ദ്രമതിക്ക് അറിയാം. പ്രഭാവതിയുടെ സ്വഭാവം ചന്ദ്രമതിയേക്കാളും നന്നായിട്ട് അറിയാവുന്ന ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്ത് ആ രീതിയിൽ പ്രഭാവതിയെ മോശക്കാരിയാക്കിയത്. ഈ ഒരു കാര്യം TV-യിലൊക്കെ നിരന്തരം ഇങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പം പ്രഭാവതിക്ക് ഭയങ്കരമായിട്ട് അതൊരു തിരിച്ചടി തന്നെ ആകുന്നുണ്ട്. ആ സമയത്ത് രജനിയും ഗിരീഷനും പറയുന്നുണ്ട്, എന്നാലും മേഡം അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, അവരൊന്ന് ജസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് പോയിക്കോളൂല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം ഒന്നുമല്ല ഗിരീഷ്, അങ്ങനെ അവരെൻ്റെ ദേഹത്തേക്ക് വന്ന് പിടിച്ചപ്പം എനിക്ക് എന്തോ പോലെ തോന്നി, അത് ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങ് തട്ടിപ്പോയതല്ലാതെ മനഃപൂർവ്വം അവരെ തട്ടി മാറ്റണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ അത് മേഡത്തിന് തന്നെ പാരയായിട്ട് വന്നില്ലേ, ആ ചന്ദ്രമതി ആൻറ്റി ആണെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയം രജനിയും പറയുന്നുണ്ട്, എനിക്കുമുണ്ട്, എന്തായാലും ചന്ദ്രമതി ആൻറ്റിക്ക് VDF ജയിക്കണം എന്നല്ലേ ആഗ്രഹമുള്ളൂ, അതുകൊണ്ട് അമ്മയുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ആൻറ്റി അവരെയൊക്കെ ഏർപ്പാടാക്കി നിർത്തിയത് തന്നെയായിരിക്കും. നമ്മളിങ്ങോട്ട് പോകുന്നതിന് ശേഷം ചന്ദ്രമതി ആൻറ്റി അവരെല്ലാം ചേർത്ത് നിർത്തി വോട്ട് VDFന് ചെയ്യണം എന്നൊക്കെ പറയണത് ഞാൻ കേട്ടായിരുന്നു എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് വിചാരിച്ച് ഞാൻ ഈ ഇലക്ഷനിൽ തോക്കാനൊന്നും പോകുന്നില്ല. ചന്ദ്രമതി എന്നെ മനഃപൂർവ്വം അങ്ങനെ മോശക്കാരി ആക്കിയതാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഞാൻ ചന്ദ്രമതിക്ക് കൊടുത്തിരിക്കും. ചന്ദ്രമതിനെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. പിന്നീട് സിദ്ധാർത്ഥൻ വരുമ്പം സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് പ്രഭ എന്താ കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കുമ്പം, എന്താ സിദ്ധു, അത് വേറൊന്നുമല്ല, TV-യിലൊക്കെ കണ്ടായിരുന്നു, പ്രഭാവതി ഒരു സ്ത്രീ ദേഹത്തേക്ക് വന്ന് തൊട്ടു എന്നും പറഞ്ഞ് അവരെ തള്ളി മാറ്റിയെന്നും പറഞ്ഞ് ഭയങ്കര ന്യൂസായിരുന്നു. അത് പ്രഭയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെയല്ല, സ്വയം വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യം. എന്തായാലും പ്രഭാവതി സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ സമൂഹത്തിൽ ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്ത് എല്ലാവരോടും വളരെ മാന്യമായി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഭാര്യ ആളുകളോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കും കൂടി മോശമായ കാര്യമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ. എന്തായാലും ഇനിയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും സംഭവിക്കൂല എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും പ്രഭയ്ക്ക് പറ്റിയ ആ അബദ്ധം കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണമുണ്ടായി, VDFന് ഇവിടെ വിജയം ഉറപ്പായി. എന്തായാലും പ്രഭയെ പോലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ആരും തയ്യാറാവില്ല എന്ന്. അത് കേട്ടതും പ്രഭാവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പ്രഭാവതി അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ രാധികയും മാധവനും ശാരികയും കൂടി ന്യൂസിൽ ഇത് കാണുന്ന സമയത്ത് ശാരിക പറയുന്നുണ്ട്, എന്തായാലും പ്രഭ ആൻറ്റിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, ഇതിപ്പോൾ കിട്ടിയതോടുകൂടി അഹങ്കാരത്തിന് വേണ്ടി കുറവ് വന്നോളും. അതുമാത്രമല്ല, ഇനി സാധാരണക്കാരും പ്രഭ ആൻറ്റിക്ക് വോട്ട് ചെയ്യുമെന്നും വിചാരിക്കണ്ട, ചേച്ചി എന്തായാലും ജയിക്കും, അതോർത്തിനി അച്ഛനും അമ്മയും ടെൻഷൻ ആവണ്ടെന്ന്. ആ സമയത്ത് രാധികയും മാധവനും പറയുന്നുണ്ട്, പ്രഭാവതി തോറ്റാലും പ്രശ്നമല്ലേ, പിന്നെ നമ്മളുടെ മോൾക്ക് അവിടെ സമാധാനം കിട്ടുമെന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇനി പ്രഭ ആൻറ്റിക്ക് ചേച്ചിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തെ MLA, അതുകൊണ്ട് MLA ഉപദ്രവിക്കാനൊന്നും അമ്മായിമ്മേനും കൊണ്ട് സാധിക്കൂല. അങ്ങനെ എന്തെങ്കിലും നീക്കം പ്രഭ ആൻറ്റിയുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നന്ദുവേട്ടനും ചേച്ചിയും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന്. അത് കേട്ടതും മാധവൻ പറയുന്നുണ്ട്, MLA സ്ഥാനം 5 വർഷത്തേക്കല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ദേവിക MLA അല്ല, സാധാരണ ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ പിന്നെ അവൾക്ക് എന്തായാലും അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല മോളെ. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, നമുക്കൊരു വിലയും കൽപ്പിക്കാത്തവർക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛാ, ചേച്ചിക്ക് ആദ്യം തന്നെ പറ്റിയ കുഴപ്പം അതാ, ആദ്യം തൊട്ടേ പ്രഭ ആൻറ്റി ഏതൊക്കെ രീതിയിൽ ചേച്ചിയെ ദ്രോഹിച്ചു, എന്നിട്ടും ചേച്ചി അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് കൂടെ നിന്നു, അതിൻ്റെ പ്രശ്നമായപ്പോൾ പ്രഭ ആൻറ്റി കാണിച്ചുകൊണ്ടിരിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി എടുത്ത് ഗൗരി പറയുന്നുണ്ട്, അമ്മ കണ്ടില്ലേ TV-യിൽ വന്ന ന്യൂസ് എന്ന് വയ്ക്കുമ്പം, എന്ത് ന്യൂസാ, അല്ല ആ പ്രഭ ആൻറ്റി ഒരു സ്ത്രീയെ പിടിച്ച് തള്ളണ ഒരു വീഡിയോയൊക്കെ TV-യിൽ കാണുന്നുണ്ടല്ലോ, അമ്മ എന്താ അത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനതൊന്നും കണ്ടില്ല, അത് പ്രഭക്കുഞ്ഞ് എന്തായാലും മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല, അങ്ങനെ പ്രഭക്കുഞ്ഞിന് സാധാരണക്കാരോട് വിരോധമൊന്നുമില്ല, അങ്ങനെയാണ് ഈ പ്രഭക്കുഞ്ഞ് നേതാക്കളെ ഒന്നും കൂട്ടാതെ ഓട്ടോ വിളിച്ച് പ്രചരണത്തിന് പോകുമെന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അതും ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് KDFിൻ്റെ സ്ഥാനാർത്ഥി ഓട്ടോയിൽ പ്രചരണത്തിന് പോയെന്നൊക്കെ. എന്തായാലും ഇത് പ്രഫാൻറ്റിയുടെ ഇമേജിനെ നല്ലോണം തന്നെ ബാധിക്കും. ഇനിയിപ്പോൾ പ്രഫാൻറ്റി ഇവിടെ ജയിക്കുമെന്ന് അമ്മ വിചാരിക്കുക പോലും വേണ്ട. ആ സമയത്ത് ഭാർഗവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി ഗൗരിയോട് പറയുന്നുണ്ട്, ഇവിടെ ഒരു MLA ഉണ്ടെങ്കിൽ അത് പ്രഭകുഞ്ഞായിരിക്കും, അല്ലാതെ ദേവിക ജയിക്കാനൊന്നും പോകില്ല, അല്ലെങ്കിൽ ഇന്ന് നോക്കിക്കോ എന്ന് പറയണു. ആ സമയത്ത് നമ്മളുടെ ഗൗരി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇത് മാത്രം ദേഷ്യപ്പെടുന്നത്? അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്ന് പ്രഫാൻറ്റ് ചെയ്തത് തെറ്റായി പോയി എന്നല്ലേ പറഞ്ഞോളൂ. അത് എന്തായാലും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണക്കാരും പ്രഫാൻറ്റിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ആ സമയത്ത് ഭാർഗവിക്കും ആകെ ഒരു ഇതാവുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ പ്രഭകുഞ്ഞ് എന്തിനാ എന്നാലും അങ്ങനെ ചെയ്തത്? അവരൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോയിക്കോളൂല്ലായിരുന്നോ? പ്രഭകുഞ്ഞ് ആ സമയത്ത് അങ്ങനെ തട്ടി നീക്കിയതുകൊണ്ടല്ലേ അതെല്ലാം ചാനലുകാർ വീഡിയോയായിട്ട് പിടിച്ച് എല്ലാവരെയും അറിയിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആ ചന്ദ്രമതിയും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഇന്ന് ചന്ദ്രോത്ത് ഇന്ന് പ്രഭകുഞ്ഞിനെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും രജനീനെയാണ്. പ്രഭാവതിയും രജനി ഇങ്ങനെ TV-യിൽ ന്യൂസ് കാണുന്ന സമയത്താണ് നമ്മളുടെ ശാരികയുടെ ഒരു ഇൻ്റർവ്യൂ അതിൽ വരുന്നത്. അതിൽ ശാരിക പറയുന്നുണ്ട്, പല സ്ത്രീകളെയും നിയന്ത്രിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ്, അതുപോലെ പല സ്ത്രീകളും മറ്റൊരു സ്ത്രീയുടെ കീഴിൽ അടിമയെ പോലെ ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ആ അവതാരക, ആരെ ഉദ്ദേശിച്ച ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പലരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇതേ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രജനിക്കും പ്രഭാവതിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രജനി പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ അവൾ പറയുന്നത് കേട്ടില്ലേ, അവൾ നമ്മളെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ അവൾ നമ്മളെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിലും അവൾക്ക് ഇച്ചിരി തൻ്റെ ഇടം കൂടുതലാണ്. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അവളെന്നെ കൊട്ടാൻ കിട്ടിയ വടിയായിട്ട് അത് കണ്ടേക്കണം, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, എന്തായാലും ദേവികേനേക്കാളും കൂടുതൽ അപകടകാരിയായി ശാരിക, ഇവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടയണം, ഇല്ലെങ്കിൽ അവൾ എപ്പോഴും അമ്മയ്ക്കെതിരെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും, അത് അമ്മയുടെ വിജയത്തെ ബാധിക്കും, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം അമ്മേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, മോൾ അതോർത്ത് ടെൻഷൻ ആവുമൊന്നും വേണ്ട, അല്ലെങ്കിലും കുറച്ച് നാളായിട്ട് അവൾക്കെതിരെ അഹങ്കാരം കൂടുതലാണെന്നൊക്കെ എനിക്കറിയാം, എന്തായാലും ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാമെന്ന്. പിന്നീട് നമ്മളുടെ ശാരികയും ശാരികയുടെ കൂട്ടുകാരിയും കൂടി ഈ പ്രചരണമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, പ്രഫാൻറ്റിക്ക് എന്തായാലും ഇനി വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല, ഉറപ്പായിട്ടും പ്രഫാൻറ്റി തോക്കും, ചേച്ചിയെ ജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കൂട്ടുകാരിയും പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാ, ഇന്നത്തെ ആ ന്യൂസ് കണ്ട ആരും തന്നെ പ്രഭാവതി മേഡത്തിന് വോട്ട് ചെയ്യില്ല എന്ന്. അങ്ങനെ ഒരു സംസാരിച്ച് പോണ സമയത്താണ് അവിടെ ഒരു വണ്ടി വന്ന് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ട് നിൽക്കണത്. പക്ഷേ ഇവരത് ശ്രദ്ധിക്കണമെന്നില്ല. എന്നിട്ട് അതിൽ നിന്ന് 2-3 പേരെ ഇറങ്ങിയിട്ട് വേഗം തന്നെ അവർ ശാരികയുടെ അടുത്തേക്ക് വന്നിട്ട് ശാരികേനെ ബലമായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ശാരികയ്ക്ക് എന്താ സംഭവിക്കണമെന്ന് പോലും മനസ്സിലാവണില്ല. കൂട്ടുകാരിയാണെങ്കിൽ ഇത് എന്താ നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ച് അവരെ എതിർക്കാൻ നോക്കുന്ന സമയത്ത് അവർ ആ കൂട്ടുകാരിയെ പിടിച്ച് തള്ളിയിട്ട് ശാരികയെ വലിച്ച് വണ്ടിയിലോട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൂട്ടുകാരി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട് വണ്ടിയുടെ പുറകെ. എന്നാലും വണ്ടി വിട്ടു പോയി. പിന്നെ വീട്ടിലോട്ട് ഓടി വരുന്ന സമയത്ത് നമ്മളുടെ രാധികയാണെങ്കിൽ ശാരിക ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ കൂട്ടുകാരി വന്നത്. കൂട്ടുകാരിയെ കണ്ടതും ശാരിക എന്തിയെ മോളേന്ന് ചോദിക്കുമ്പം അത് ആൻറ്റി ശാരികനെ കുറച്ച് പേര് വണ്ടിയിൽ വന്ന് ബലമായി വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവരെന്നെ പിടിച്ച് തള്ളിയതുകൊണ്ട് ഞാൻ വീണുപോയി, ആ സമയം കൊണ്ട് അവർ ശാരികയുമായിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു, എത്രയും പെട്ടെന്ന് ശാരികയെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യണം ആൻറ്റീന്ന്. അത് കേട്ടതും രാധികയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. വേഗം തന്നെ രാധിക ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കാമേ, ഞങ്ങൾ വരട്ടെ, എന്നിട്ടൊരു കാര്യം തീരുമാനിക്കാം, എന്തായാലും ഞാൻ അച്ഛനെയും വിളിച്ച് വിവരങ്ങൾ പറയാമെന്ന്. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ വേഗം തന്നെ സിദ്ധാർത്ഥനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരായിരിക്കുമോ ശാരികയെ തട്ടിക്കൊണ്ടുപോയത്, അതിന് ശാരികയോട് ആർക്കെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ അമ്മയെങ്ങാനും ആയിരിക്കുമോ അച്ഛാന്ന്. പ്രഭ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതിയും രജനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നതും നിങ്ങൾ അറിഞ്ഞില്ലേ ശാരികയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ആ സമയത്ത് ഈ പ്രഭാവതി ആണെങ്കിൽ ഒന്നും മിണ്ടണില്ല. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭ എന്താ അത് കേട്ടിട്ടൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ത് മിണ്ടാനാ, അല്ല അവരെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ നാടടച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരു അഹങ്കാരം പിടിച്ച പെണ്ണ, അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോട്ടെ, അതിന് നമുക്ക് എന്താ, സിദ്ധു ഇനി അതിൻ്റെ പുറകെ ഒന്നും നടക്കണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും സിദ്ധാർത്ഥനക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. ഇതേസമയം ദേവിക വീട്ടിൽ ചെന്നിട്ട് രാധികയോട് പറയുമ്പോൾ രാധികയ്ക്കും ഈ പ്രഭാവതി തന്നെയാണോ ഈ ശാരികയെ തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യത്തിലൊരു സംശയമൊക്കെ ഉണ്ട്. അങ്ങനെ രാധിക വേഗം തന്നെ ഫോൺ എടുത്തിട്ട് പ്രഭാവതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്,
പ്രഭാവതി ദൈവത്തെ ഓർത്ത് എൻ്റെ മോളെ വിട്ടതാ, ഇലക്ഷൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മോളെ ദ്രോഹിക്കല്ലേ എന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം പ്രഭാവതിയുടെ ആളുകളല്ലേ ശാരികയെ തട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് തന്നെ ശാരികയെ വിട്ടു എന്നു പറഞ്ഞു. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിട്ടു തരില്ല, നിങ്ങൾ കൊണ്ടേ കേസ് കൊടുക്കുന്നത്. അത് കേട്ടതും നമ്മളുടെ രാധികയാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും ഈ ശാരികയെ തട്ടിക്കൊണ്ടുപോയത് പ്രഭാവതി ഒന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അതൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.